അബൂലക്കി സെന്ററിന്റെ പ്രത്യേക സമ്മാനങ്ങൾ. സുഹൃത്തുക്കളെ, 1ാം സമ്മാനം TV, 2ാം സമ്മാനം സൈക്കിൾ. താൻ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും കുളമായിട്ടുണ്ട്. ഇനി ഇതെങ്കിലും എനിക്കൊന്ന് ഭംഗിയായിട്ട് ചെയ്തു തരണേ. എല്ലാരും എന്തോന്നാ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു. അത് തിരയായിരുന്നു. പോയി കാശ് പോയി. മുഹമ്മദ് സാഫി, വയനാട്. വിശ്വസിക്കാവോ? അപ്പൊ ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു വശക്കേടില്ലേ. ഈ നറുക്കെടുക്കാൻ വേണ്ടി കുഞ്ഞാൻ തന്നെ അതുകൊണ്ട് കൈയിട്ടു എന്ന് ചോദിച്ചോളി. ഒന്നിങ്ങോട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഓക്കെയാണ്. അയ്യോ അത് പറ്റില്ല. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ പെരുവിരലിൽ നിർത്തി കറക്കും ഞാൻ. ഇത് കുഞ്ഞാ ഡീല് വരെ കൈയിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ആ ഒരു നറുക്കിന്റെ ആ ഒരു ചീട്ട് കൊണ്ടുവരുന്നത്. ഇടപെട്ടിരിക്കുന്ന നീ ആയതുകൊണ്ട് മനസ്സിലായില്ലേ? നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽവാസിന്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് സംശയിക്കാം. കാണുന്ന ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ വഴിയൊന്നുമില്ല. നീ എന്തൊക്കെയാണോ ഈ പറയണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. കാരണം ഓൾറെഡി അത്യാവശ്യത്തിൽ കൂടുതൽ ഹെയ്റ്റ് ഉള്ള ഒരാളാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ. നോക്കിയേ, വലിയ വലിയ ബിസിനസ്സുകാരാകുമ്പോ ശത്രുക്കൾ ഉണ്ടാവുന്ന സ്വാഭാവികമല്ലേ? ഇതിലെന്ത് സൂത്രമാണ് നീ കലക്കിയത്? പല തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. എന്റെ സംഗതി നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാരും പാടഞ്ച പച്ചർച്ചിന്നു. ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത്? പിന്നെ സാറിന് അറിയാലോ, ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി. അങ്ങനെ ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചു കണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ചു വെച്ചിക്കാണ്. അത് മുഖ്യമായിട്ടും ഈ ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തി അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ? തനിക്ക് വിശ്വാസമല്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക് നാളെ കൊണ്ട് കാണിച്ചു തരാം. നാട്ടുകാരങ്ങനൊന്നും അല്ല പറയുന്നത്. ഈ ഒരു പേപ്പറിന് 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നുണ്ട്. എനിക്കും ശരിയാവില്ല. ആവൂല്ലെന്ന് മാത്രമല്ല, പലതും വെളിയിലാവും. ഈ പേപ്പറിന് കാണിക്കുന്നില്ലേ? എന്താ എന്റെ കയ്യിലുള്ള എന്റെ പേര് എഴുതി നറുക്ക് ഇതിന്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. സിമ്പിൾ. നീ എന്നെ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എങ്ങനെ എന്നെ ചെയ്യും? കാരണം ഓൾറെഡി നിങ്ങളെ ഒരുപാട് പേര് വീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഒരു കോൺട്രവേഴ്സി കയറി പിടിക്കാൻ നിൽക്കുന്നുണ്ട്. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ആ സാഹചര്യത്തിൽ മാക്സിമം ചെയ്യേണ്ട എന്താണെങ്കിലും ഇത് ചെയ്തു. എന്നാൽ ഇത് ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യാനല്ലേ ശ്രമിക്കണ്ടേ? അല്ല, അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന്. ഞാൻ ശരിക്കും നോമ്പിച്ച അതിന്റെ അടി ആ ഗ്ലാസ്മക്ക് വരെ തട്ടണമെന്നില്ല ആഗ്രഹമുണ്ട്. ആ ഏറ്റവും അടിയെന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത്. അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണ വെക്കാനല്ലേ ഞാൻ നോക്കുള്ളൂ. മനുഷ്യൻ. അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി, ആൾക്കാരെ പറ്റിച്ചോനായി. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. വേറൊരു കുട്ടിയെ കൊണ്ടോ ആൾക്കാരെ കൊണ്ടോ ഒക്കെ അന്നിട്ട് എടുപ്പിച്ചിരുന്നെങ്കിൽ അത് ആളുകൾക്ക് കുറച്ചെങ്കിലും ഈ വിമർശനം കിട്ടുന്നതിൽ നിന്ന് ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിനകത്ത് കോൺട്രവേഴ്സി വരാതിരിക്കില്ല. സംശയങ്ങൾ വരും, ആളുകളുടെ ചോദ്യം വരും. നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങുന്നാടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഞാൻ അവന് കൊടുത്ത രൂപ മരത്തിൽ നിന്ന് പറിച്ചെടുത്തതല്ല. ഹലോ എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ടിക്കറ്റിങ്ങൊക്കെ കിട്ടിയിരുന്നത്. അത് സംശയമില്ലാത്ത കാര്യം. എന്താ? അല്ല, ഇവര് പറഞ്ഞ സ്ഥിതിക്ക് അക്കാര്യത്തെ പറ്റി സംശയിക്കേ വേണ്ടത്. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിന്നറായ വ്യക്തികളെ കൊണ്ടുവന്നിരുത്തി സംസാരിച്ചത് കൊണ്ടും ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യാ? ഇതിലൊരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ ആ നാട്ടുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. And this is my last warning. അപ്പനി വാണിംഗ് ഇല്ലേ സാർ?